മഴ തിമിർത്തു പെയ്ത രാത്രിയാണ് അവസാനിച്ചത്. കറണ്ട് എപ്പോഴോ പോയി. പതിവ് തെറ്റിക്കാതെ സൂര്യൻ ഉദിച്ചിരിക്കും. എന്നാൽ മൂപ്പരിങ്ങോട്ട് എത്തിയിട്ടില്ലെന്ന് തോന്നിപ്പോയി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ. മൊബൈലിലെ 8 മണിയുടെ ഒരു ലക്ഷണവും ഇവിടെ നിൽക്കുമ്പോൾ പൊന്മുടിയുടെ സ്വഭാവത്തിൽ കാണുന്നില്ല. രാത്രി മഴയിൽ ഈറനണിഞ്ഞ തേയിലത്തോട്ടത്തെ വാരിപ്പുണർന്നു നിൽക്കുന്ന കോടമഞ്ഞാണ് ചുറ്റും. പൊന്മുടിയുടെ ഏവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം ഇതുതന്നെയായിരിക്കും. ഇത്രയേറെ കോടമഞ്ഞ് രാവിലെ കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഹെയർപിൻ 22-ലെ പൊന്മുടി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ നിന്ന് പതിയെ കാറുമെടുത്ത് പുറത്തേക്കിറങ്ങി. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ നീങ്ങുമ്പോൾ ഒരു പ്രത്യേക അനുഭവം. മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന പ്രകൃതിയുടെ നിറച്ചാർത്ത സമ്മാനമാണ് ചുറ്റും. ഈ ദൃശ്യങ്ങൾ അത് വർണ്ണിച്ചു തരും. അപ്പർ സാനിറ്റേറിയത്തെ ലക്ഷ്യമാക്കി അതിരാവിലെ തന്നെ നിരവധി പേർ എത്തിത്തുടങ്ങി. റോഡ് വ്യക്തമാകാത്ത മഞ്ഞാണ് പലയിടത്തും. ഗസ്റ്റ് ഹൗസിന് സമീപം എത്തിയപ്പോൾ ടൂറിസ്റ്റുകളെ വരവേൽക്കാൻ ജീവനക്കാർ തയ്യാറെടുക്കുന്നു. തോട്ടത്തിലെ ജോലി നഷ്ടപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളെയും സ്മാർട്ട് വേ ഇവിടെ കണ്ടു. എസ്റ്റേറ്റിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ആനുകൂല്യം കിട്ടാത്തതു മുതൽ ഇപ്പോൾ ചെയ്യുന്ന തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് വരെ അവർ ചുരുക്കനേരം കൊണ്ട് പറഞ്ഞു തീർത്തു. കുന്നിൻ നെറുകയിലെ പച്ച പരവതാനി വിരിച്ച പൊന്മുടിയെ കാണാനുള്ള ഓട്ടത്തിനിടെ ഒഴിവാക്കിയ ചായക്കടകളിലൊന്നിൽ തിരികെ വന്നപ്പോൾ നിർത്തി. ചായ, കാപ്പി, പിന്നെ ബ്രെഡ്. ചായ കുടിച്ച് മടങ്ങുമ്പോഴാണ് ആ കാഴ്ച കണ്ണിൽപ്പെട്ടത്. ഈ തണുപ്പ് കോച്ചുന്ന പ്രഭാതമൊന്നും പുത്തരിയല്ലെന്ന് വിളിച്ചു പറയുന്നു ബസ്സിലുള്ള ആ കുട്ടികൾ.